സിമ്പിളായിട്ടൊരു കേക്ക് പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക്. എന്നാൽ ഇതുപോലെ 4 ടീസ്പൂൺ ഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയൊക്കെ ഒന്ന് തരിച്ച് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ശേഷം നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നു. അതിലാവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്ലവർ മിക്സ് കൂടി അതിലേക്ക് ആഡ് ആക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാൽ കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ്. ശേഷം ഇതുപോലെ ഒരു പാൻ എടുത്ത് അതിൽ ഓയിലും സ്പ്രെഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി അതിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് കിട്ടും കേട്ടോ. ശേഷം നമ്മൾ 1 കപ്പ് പാലെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് പതച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് 1/2 കപ്പ് പാൽ, 1 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒഴിക്കുക. ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ട്രേ എടുത്ത് അതിൽ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ചോക്ലേറ്റ് എന്തെങ്കിലും ഒന്ന് ആഡ് ആക്കി നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇതിലൊന്ന് വെച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഗനാഷ് കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതുപോലെ മുകളിലും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്.